അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക.
ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. അരമണിക്കൂർ നമ്മൾ വചനം വായിക്കണ്ടേ? അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പെയർ വേർഡുണ്ട്. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡെന്നാണ് പറയണത്. ഷാഡോ വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പോൾ നിഴൽ കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാൽ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമല്ലോ. അപ്പോൾ വേറെ ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കണം എങ്ങനെ അറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അത് ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതെന്താ പ്രശ്നം വെച്ചാല് ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാൻ പറഞ്ഞു പറയുകയല്ലേ. സത്യം പറഞ്ഞ ഇത് പറയേണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ, എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തെ എൻ്റെ പുറകെയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആൾക്കാരും 10 പൈസ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കരുത്. അത് ചില അണ്ണന്മാർ
അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതേക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കും. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:25. 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ ദൈവരാജ്യം പ്രവേശിക്കുന്നത് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. അപ്പൊ എൻ്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും. അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നിസ്സാര കാര്യം. അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരോടൊക്കെ ചോദിക്കുകയും, വല്യമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും. എൻ്റെ ചാവ കഴുത്തലുണ്ടായിരുന്ന പണയം വെച്ചെന്ന് പറയും. അപ്പം അതാണ് വിഷയം. കഴുത്തലുണ്ടായിരുന്ന ചിലപ്പോൾ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചെടുത്തി പറയണത്. അപ്പം നമ്മൾ ചേടത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടത്തേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കോട്ടും ഇട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോൾ അത് ഒരു ദൈവമായിട്ട് മാറുകയാണ്. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോൾ കൂടും. അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാർ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന വെച്ചും വൈകുന്നേരത്തെ കുർബാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറി വെറുതെ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്ന രാവിലെ പള്ളിയിൽ പോകാനാ ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. ആ മധുവിധുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കുന്തം പോലും ചൊല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങൾക്കും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണം. അപ്പം കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടോ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറയുന്നത്. വേശ്യകൾ തന്നെ അല്ലല്ലോ ഇപ്പോൾ വരാണത്. നിങ്ങൾക്ക് മുമ്പേ അവിശ്വാസികൾ വരുന്നുണ്ടല്ല. ഇപ്പം നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിൻ്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആൾ ഇന്ന് വിശ്വാസിയാകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ്? രാവിലെ കുർബാന സമയത്താണ്.
അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റണമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷി നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ, പാർട്ടി യോഗത്തിൽ എടുത്ത് എടുത്ത നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നവൻ മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 24/7/2022 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ ജോന മരിയാജി, ഹസ്ബൻഡ് അജിമോൻ തോമസ് എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞ് +2 പഠിക്കുമ്പോൾ വളരെ ഉഴപ്പായിരുന്നു, അവൾക്ക് ആത്മീയത ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൾ നിർബന്ധിക്കുമായിരുന്നെങ്കിലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല. എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ വരുമെങ്കിലും പ്രാർത്ഥനയിലൊട്ടും ആഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ പച്ചത്തിരി കത്തിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പച്ചത്തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം വന്നു. അതിനുശേഷം അത് വലുതാവുകയും അതിനകത്ത് ഒരു ഭാഷയിൽ എന്തോ എഴുതി വന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അത് മാതാവിനോട് ചോദിച്ചു, എന്താണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലാത്ത കാരണം പിന്നെ ഞങ്ങളെ തോന്നിച്ചു ഇത് ഹീബ്രു ഭാഷയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീബ്രു ഭാഷയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ അത് ജോനയുടെ പേരായിരുന്നു. അതിനകത്ത് എഴുതി വന്നത് ഇത് ജോനയുടെ പേരായിരുന്നു. ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇവളുടെ പേര് യേശുവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അവളെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കാതെയും ഒക്കെ ആ പരീക്ഷയുടെ സമയത്തും ഒക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം വന്നത്. അത് മാതാവ് തോന്നിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. അവൾ ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൾക്ക് ദൈവം കൊടുത്ത വലിയ കൃപയെക്കുറിച്ചും എൻ്റെ മകൾ പറയുന്നതാണ്. ഞാൻ അവൾക്ക് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ജോന മരിയാജി, എനിക്ക് 18 വയസ്സാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 15/3/2025 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ +2 എക്സാം തന്നെയായിരുന്നു. എൻ്റെ +2 എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിന് ബയോളജി ആയ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ കാശുരൂപവും ഉപ്പും തേനും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ എക്സാംസിനും അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ബയോളജി എക്സാം ശരിക്കും മാതാവ് എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിന് രാവിലെ മുമ്പ് ഞാൻ ഈ പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ബ്ലാങ്കാണ്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നത്. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. ആ എക്സാമിന് എനിക്ക് 94ഉം ബാക്കി എല്ലാ എക്സാംസിനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കാണ് എനിക്ക് തന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം എന്ത് ആക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്കൊരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഏശയ്യ 45-ന്റെ 2-3 വാക്യങ്ങളാണ്. ആകയാൽ കർത്താവ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലും ഒടുക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളൊരു ഏജൻസീനെ പരിചയപ്പെട്ടു. ആ ഏജൻസിയിൽ പോണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൻ്റെ ഇവിടെ വന്ന് അൾത്താരയിൽ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ മാതാവിനോടും യേശുവിനോടും പറഞ്ഞു,
നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ, നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, നീയും മാതാവും കൂടെ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ എന്നും പറഞ്ഞ് ഞങ്ങൾ ഏജൻസിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തു തന്നത് ഓസ്ട്രേലിയയാണ്, നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ നഴ്സിംഗ്, പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല. കാര്യത്തിൽ നല്ല ഹൈ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം പോകുന്ന ഒരു കോഴ്സാണത്. പക്ഷേ മാതാവിൻ്റെ യേശുവിൻ്റെ ഉറപ്പിൽ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് ഞാൻ IELTS എഴുതാൻ പോയതാണ്. IELTS എഴുതാൻ പോയ ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയും. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത്. അതുമാത്രമല്ല ഞാൻ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അതുമാത്രമല്ല ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ 7-8 പ്രാവശ്യമൊക്കെ IELTS എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല, എനിക്ക് ആകെ വിസ പ്രോസസ്സിങ്ങിൽ മാത്രമായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരുള്ളൂ. IELTS ഒക്കെ ഞാൻ ഈസി ആയിട്ട് പാസ്സാവുന്നതായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം വന്നപ്പോൾ ഞാനൊരു അച്ഛനെ കണ്ടതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മെറിറ്റായിരുന്നു എനിക്കെല്ലാം, എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടുമെന്നായിരുന്നു എൻ്റെ ഉറപ്പ്. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എനിക്ക് കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ 7 വേണ്ടടുത്ത് ഒരെണ്ണത്തിന് മാത്രം 6.5, ബാക്കി എല്ലാത്തിനും 8ഉം 7.5 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന് മാത്രം 6.5 ആയിപ്പോയി. അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, അതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതെല്ലാം 0.5 പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ PT എഴുതാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവർ റൂളും ചേഞ്ച് ചെയ്തു, അത് പിന്നെയും ഡിഫിക്കൽട്ടാക്കി. അങ്ങനെ എനിക്ക് PTയും ആദ്യത്തെ തവണ ഭയങ്കര എളുപ്പമായിരുന്നു, അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കണം ഓസ്ട്രേലിയ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വേണ്ടി ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം IELTS എഴുതി, ഞാൻ 1 പ്രാവശ്യം PT എഴുതി, എന്നിട്ടും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കവിളിൽ തട്ടി. അങ്ങനെ ഞാൻ പോയി ലാസ്റ്റ് എക്സാം ഒരു ഇതും ഇല്ലാതെ ഞാൻ എഴുതിയത്. ഞാൻ പഠിച്ചില്ല, ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതിനകത്ത് PT എഴുതുന്നവർക്കറിയാം ഔട്ട് ഓഫ് 90 ആണ് ഈ PTയുടെ മാർക്ക് സ്കോർ വരുന്നത്. അങ്ങനെ എനിക്ക് ഓവറോൾ 90 ആയിരുന്നു സ്കോർ എൻ്റെ. അതെനിക്ക് വലിയൊരു മിറക്കിളായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ആ എക്സാമിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഔട്ട് ഓഫ് ഫുള്ള് കിട്ടാനുള്ളത് ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു മിറക്കിളായിരുന്നു എനിക്ക്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നിലം കരയാക്കുന്നതിൻ്റെ കാര്യമായിരുന്നു. അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മാർച്ചിലാണ്. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്കൊരു 1.5 ഇയേഴ്സിലാണ് ഞങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കസിൻ ഉണ്ട്, ഇങ്ങനെ 1.5 ഇയേഴ്സ് എടുത്തുകൊണ്ട് അവർ ഓസ്ട്രേലിയ ഡ്രോപ്പ് ആക്കിയ കസിൻ ഉണ്ട്. അത് പക്ഷേ എൻ്റെ ബർത്ത്ഡേ 29 ഓഗസ്റ്റ് 2025 എനിക്കിത് തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേ ദിവസം എനിക്ക് ഈ ഇൻകം ടാക്സ് പേയ്മെൻറ്റും അടച്ച് എനിക്ക് ഈ നിലം കരയാക്കിയത് എനിക്ക് തന്നു മാതാവ്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എപ്പോഴും ഏത് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിലോ RTO ഓഫീസിലോ എവിടെ പോയാലും പപ്പ ഉപ്പും തേനും ഉപ്പും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു, തേനും അപ്പനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ടൈം ഷോർട്ടനിങ്. ഏകദേശം ഒരു 5 മാസത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരു 1.5 വർഷം എടുക്കേണ്ട കാര്യം ഒരു 5 മാസത്തിൽ. അതിന് മാതാവിന് യേശുവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനി അടുത്തൊരു കാര്യം ലോണിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലോണിൻ്റെ കാര്യത്തിൽ ഓടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ 1 മാസത്തിലൊക്കെയാണ് അവർക്കത് ലോൺ പാസ്സാവുന്നത്. അപ്പോൾ 1 മാസം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പപ്പ എപ്പോഴും ഈ ബാങ്കുകളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ PT എക്സാം പാസ്സാവുന്നതിന് തൊട്ട് മുമ്പ് അവർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി വെച്ചു. എന്നിട്ട് PTയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പാസ്സാവാത്തതുകൊണ്ട് രണ്ടാമത്തെ PT എക്സാം വരെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. ഒരു ബാങ്കുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം പാസ്സായവർ ഡോക്യുമെൻറ്റിനോട് ചെന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് സീറ്റ് എടുക്കാൻ പറ്റി. അടുത്തത് എൻ്റെ GS അസസ്മെൻറ്റിൻ്റെയും CU വരുന്നതിൻ്റെയും കാര്യമായിരുന്നു.
അങ്ങനെ CO വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു, അതും വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യത്തിലേക്ക് എത്തി. പേയ്മെൻറ്റ് അടച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആദ്യത്തെ പേയ്മെൻറ്റ് ഡിക്ലൈൻ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഞാൻ മൈനറിൽ നിന്ന് മേജർ ആക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ കാർഡിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് വിസയ്ക്ക് വയ്ക്കുമ്പോൾ. അത് ഞങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെച്ച് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് അത് മുമ്പേ നടന്ന് ഞങ്ങൾക്കത് കാണിച്ചു തരുവാണ് ചെയ്തത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു. അടുത്തത് ഞങ്ങൾ ഇവിടെ ഒരു ഡിസംബർ 4 ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓഫീസിൽ നിൽക്കുവാണ് അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, എബ്രായർ 13:6. അത് ആകയാൽ ദൈവം നിനക്ക് തുണ, നീ പേടിക്കേണ്ട, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും, അതായിരുന്നു ആ വചനം. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായി. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ അയച്ചു, പേയ്മെൻറ്റും അടച്ചു, എല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 1 മാസം എടുത്തു. 1 മാസം കഴിഞ്ഞു, വിസ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാനുവരി 6 ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബദനി മഠം എന്ന് പറയുന്നൊരു മഠമുണ്ട്. അവിടെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാൻ, അവിടെ ഇങ്ങനെ മെൻ്റൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരുടെ നഖം വെട്ടി കൊടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൃപാസന പത്രം ഞാൻ വഴിക്കട നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന വിസ ആ ദിവസമാണ് വന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ധനഹ പെരുന്നാൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് റിലേറ്റായി നിൽക്കുന്ന ഒരു ദിവസം തന്നെ വരുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിസ വരണം. കാരണം അത് സാക്ഷ്യത്തിൽ പറയുമ്പോൾ മാതാവിനോടനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാതാവിനും യേശുവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ടിക്കറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി 5 അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിൽ. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വലിയ 2 കാര്യം പറയാനുള്ളത്, ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഈ മാതാവിൻ്റെ അതേ കളറുള്ള ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ ബാഗും കയ്യിലുള്ള എല്ലാ സാധനവും അതേ കളറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇനി മാതാവാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടത്. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഉള്ളിൽ എനിക്ക് അതിയായ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്ത് എനിക്കറിയാം മാതാവാണ് ഈ വന്നിരിക്കണേന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധിക്കണില്ല. പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അത് മാത്രമല്ല മാതാവ് ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് മാതാവ് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് വന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് മാതാവ് എനിക്ക് പോണതിന് മുമ്പ് ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ 2ാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നേരെ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രംബ്ലിങ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ട്രംബ്ലിങ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ നിലത്ത് കിടന്നിങ്ങനെ കരയുവാണ്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ 2 മാലാഖമാർ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. ഇത്രയായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ ആ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് പോയ്സൺ അടിച്ചു. ഞാൻ 2-3 വർഷത്തിനുള്ള ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ. പക്ഷേ അമ്മയ്ക്കും വന്നു, എൻ്റെ അനിയത്തിക്കും വന്നു. അവർക്കൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറി. എനിക്കിത് ഒരാഴ്ചയായി, അത് മാറണില്ല. അങ്ങനെ മാറില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി കർത്താവായിട്ട് ഞാൻ അത്യാവശ്യം ടോക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത് പീഡാസഹനത്തിന് വേണ്ടിയിട്ട് കർത്താവ് തന്നതായിരിക്കും എന്ന് ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി തുടങ്ങി. ഞാൻ ആക്ച്വലി എൻ്റെ 10th വരെ ഞാൻ കർത്താവിനോട് ഭയങ്കര അടുത്ത് നിന്ന ഒരാളാണ്. 10th വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു
എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും നാൾ എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് നീ എന്നെ കൈവെള്ളയിലല്ലോ, ഇത്ര ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അതെൻ്റെ അഹങ്കാരം കൊണ്ട് ചോദിച്ചാണ്, അത് ഞാനിപ്പോൾ സോറി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കൂല, എന്ത് വന്നാലും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോരം കൈവെള്ളയിലാണ് എന്നെ അത്രയും നാൾ കൊണ്ടു നടന്നതെന്ന്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വന്നേ പിന്നെ അതുവരെ ഞാൻ കർത്താവിനോട് ടോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാൻ പിന്നെ ആ ടോക്ക് എനിക്ക് പിന്നെ ഒന്ന് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എന്ത് കാര്യം വന്നാലും എനിക്കിപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ് എന്നോട് ആൻസർ പറയുന്നത് ഭയങ്കര ഒരു ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ട് കർത്താവിനോട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഉടമ്പടിക്കടെ കിട്ടി ഇതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെയൊക്കെ നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്കൊക്കെ സുഖമുള്ള ഒരു സ്ഥലമാണത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ, എനിക്ക് കർത്താവിനോട് ഇത്രയും സ്നേഹം വന്നപ്പോൾ, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ നിത്യജീവൻ കൺവേർട്ടായി. എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം, അതായിരുന്നു എൻ്റെ നിത്യജീവൻ. ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ നിത്യജീവൻ. അതാണ് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും അവർക്ക് പൈസ കൊടുക്കാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 20 ബണ്ടിൽ എല്ലാ മാസവും വാങ്ങും. പിന്നെ ഈ ഡിസംബറിലൊക്കെ 30 ബണ്ടിലാക്കി. അങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. അങ്ങനെ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സാധാരണ ഇതിന് ലോൺ വയ്ക്കുമ്പോൾ ബെറ്റ് ഏരിയ ശരിക്ക് ലോണിന് എടുക്കില്ലാത്തതാണ്. സാധാരണ ഇതിന് കരഭൂമിയാണെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഇത് ഇപ്പോഴത്തെ നിലയിൽ ശരിക്കും ഗവൺമെൻറ് ഇത് മാറ്റിത്തരുന്നെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടാനായിട്ട് എല്ലാ ഓഫീസുകളിലും പ്രയോറിറ്റി കിട്ടാനായിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച വഴി മാതാവ് തിരുക്കുമാരനും ടൈം ഷോർട്ടിങ് ചെയ്തു തന്നുണ്ട്. ഇങ്ങനെ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയമായി ഞാൻ വളരെ ദൈവത്തോടും മാതാവിനോടും വളരെ അറ്റാച്ച്മെൻ്റായിട്ട് നിൽക്കുവാനുള്ളൊരു കൃപ എനിക്ക് തന്നു. എന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു അടയാളം ഞാൻ ചോദിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മാതാവ് എന്താണ് ഞങ്ങൾക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പച്ചത്തിരിയിൽ ഓസ്ട്രേലിയയിൽ ഇവിടെ പോകുന്ന ക്യാൻബറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ മാപ്പ് തിരിയിൽ കാണിച്ചു തന്നു. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് യേശുവും അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ പൊതിച്ചോറ് സാധാരണ രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സ്കൂട്ടറിൽ പോയി നമ്മൾ എങ്ങനെ നടക്കണം, എവിടെ കൊടുക്കണം, എത്ര പൊതി കൊടുക്കണം, അത് മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ ചെന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി കൊടുക്കുമ്പോൾ അവിടെ ആളുണ്ടാവും, നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും. ഞാനിപ്പോൾ 12ാമത്തെ ഉടമ്പടി പുതുക്കി 3.5 വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി. ദൈവമാതാവിന് ഈശോയിൽ നിന്ന് മധ്യസ്ഥതയുടെ തന്നതിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിനി റോസ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റാണ്. എൻ്റെ ഫാം ഡി 6th ഇയർ ആയപ്പോഴേക്കും എനിക്ക് അയർലൻഡിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഞങ്ങൾ ഏജൻസിയായിട്ട് അവരെ എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് അവരെ ബന്ധപ്പെട്ടായിരുന്നു. അവർ പറയുന്ന പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ ശേഖരിച്ച് വിസക്ക് വെക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ ഒക്ടോബർ 27-ാം തീയതി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി വിസക്ക് വെക്കാൻ. ആ സമയത്ത് എൻ്റെ പപ്പക്ക് മാത്രം ഉടമ്പടി ഉണ്ടായുള്ളൂ. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുക്കുന്നുണ്ടായില്ല. നോർമലായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിസക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ പപ്പ മമ്മിയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലപ്പോൾ ഒരു അഹങ്കാരമല്ല, എനിക്ക് വേണ്ടി എൻ്റെ പപ്പയും മമ്മിയും പ്രാർത്ഥിച്ചോളും, എനിക്ക് ഇത്രയും അധികം
എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക്. വളരെ കൂളായിട്ട് എനിക്കുള്ളതാണെങ്കിൽ കിട്ടും അങ്ങനത്തെ ഉള്ളൊരു മനോഭാവത്തിലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വിസ സബ്മിറ്റ് ചെയ്ത് ഫുൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 8-ാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോൾ വന്നു. എൻ്റെ വിസ റിജക്റ്റായി, അയർലൻഡ് വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ കോൾ വന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം ഇങ്ങനെ കോള് വന്നിട്ടും ഞാനൊരിക്കലും ഈശോയെ കുറ്റപ്പെടുത്തിയോ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് കിട്ടാതിരുന്നതെന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. ഈശോയുടെ ഹിതം പോലെ നടക്കട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് അങ്ങോട്ട് ഫുള്ള് മാറി. അത് കഴിഞ്ഞ് വളരെ വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടത് ഷെയർ ചെയ്തു. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുത്തുകൂടാ, എൻ്റെ പപ്പയും മമ്മിയും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്നാണ് വന്നത്. അതിനടുത്ത ദിവസം തന്നെ ഞാനും അമ്മയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവും. അതിന് മുന്നത്തുള്ള ലൈഫ് പോലെ അല്ലായിരുന്നു. എല്ലാ ദിവസവും കുർബാന കൊള്ളും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കും, കൊന്ത മുടങ്ങാറില്ല, കാരുണ്യപ്രവൃത്തി ചെയ്യും. ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു ഞാൻ അമ്മയും കൂടെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു, പത്രം വിതരണം ചെയ്യും. ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ നല്ലതായിട്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, 1/2 മണിക്കൂർ ഏകാന്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ ഏകാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം എനിക്കിഷ്ടമുള്ള പാട്ടുകൾ പാടി അങ്ങനെയൊക്കെ ഞാൻ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. കോളേജുകാർ പറഞ്ഞു 2ാമത് വിസ റീസബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് 2ാമതൊരു സെക്കൻഡ് ചാൻസ് മാതാവ് തന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് 19-ാം തീയതി ഡിസംബർ 19-ാം തീയതി 2ാമത് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ VFS ഗ്ലോബലിൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ 18,608 ആണ് കാശ്. അപ്പോൾ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചുള്ളൂ, ദൈവം ഈ കാശ് ഇനി എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഏജൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, റിനി ഈ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ എടുത്തുതരാം, ഒട്ടും വെറീഡ് ആവണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ മാതാവ് ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചിട്ടേ ഉണ്ടായുള്ളൂ. പക്ഷെ അതൊക്കെ മാതാവ് എനിക്ക് നേടിത്തന്നു. അങ്ങനെ ഡിസംബർ 19-ാം തീയതി എനിക്ക് 2ാമത് വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇത് കിട്ടി. രാവിലെ കുർബാനയ്ക്ക് ഞാൻ ഈ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് ഞാൻ പോയത്. കുർബാനയിൽ ഫയൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പാസ്പോർട്ടിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഞായറാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തായിരുന്നു. ഈ ഞായറാഴ്ച അന്നും ഞാൻ ഈ ഫയലായിട്ട് വന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് ഞാൻ അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, വിസ തടസ്സങ്ങൾ മാറണേ എന്ന്, അച്ഛൻ്റെ വായിൽ നിന്ന് വരണേന്ന്. പക്ഷെ അതുപോലെ തന്നെ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടി, ഓക്കെ എൻ്റെ വിസ അപ്രൂവ് ആവും ഇനിയെന്ന്. അങ്ങനെ ഇന്നലെ ജനുവരി 14-ാം തീയതി എൻ്റെ വിസ അപ്രൂവായി. 1 മാസം പോലും തികച്ചെടുക്കാതെയാണ് എനിക്ക് അപ്രൂവ് ആയത്. ഏജൻസിക്കാർക്ക് പോലും അത്ഭുതമായിരുന്നു. കാരണം 2-3 മാസമായിട്ട് വെച്ചവരുടെ പോലും ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. എൻ്റെ ഒരു 24 ഡേയ്സ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എൻ്റെ വീണ്ടും അപ്രൂവായി. ഇനിയിപ്പോൾ ഈ ഒരു ജനുവരി 23-ാം തീയതി ഞാൻ അയർലൻഡിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ മമ്മിയും പൊതിച്ചോറുകൾ വിതരണം ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടും എൻ്റെ ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കസിൻസിനായാലും അവരിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അവൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസവും നീ ഇത് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്കുണ്ടായ അത്ഭുതങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു.
ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ലൈഫിൽ നല്ലൊരു മാറ്റമാണ് വന്നേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇനിയും അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ മൈൻഡിൽ പറയണേ. കാരണം ഇതാണ് ഒരു ഐഡിയൽ വേ ഓഫ് ലിവിങ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയണേ. ബൈബിൾ വായിക്കണം, കുർബാന കൂടണം, കാരുണ്യപ്രവൃത്തി ചെയ്യണം, ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങോട്ടുള്ളൊരു ലൈഫിലും എനിക്ക് ഇങ്ങനെ തന്നെ ലീഡ് ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം. ബൈബിൾ വായിക്കുമ്പോഴും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്ന മെയിൻ കാര്യം നീതിമാനായിട്ട് ജീവിക്കുക. ഈശോക്ക് നീതിമാന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് ഞാൻ ഇനി അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോവിനും ഞാൻ 1000 നന്ദി പറയും. അച്ഛൻ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അച്ചു തോമസ്. ഞാൻ ചെത്തുപ്പുഴ തിരുഹൃദയ ദേവാലയ അംഗമാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരി. ഞാനൊരു നേഴ്സാണ്. 2023 ഞാൻ നേഴ്സിംഗ് പാസ്സായി. അതിനുശേഷം 3 മാസത്തിന് ശേഷം ഞാൻ OET പഠിച്ചു. OET ലഭിച്ചു. എനിക്ക് അയർലൻഡ് സ്കോറാണ് ലഭിച്ചത്. സ്കോർ ലഭിച്ചതിന് ശേഷം ഞാൻ ഉടനെ തന്നെ പല ഏജൻസികളിൽ അപ്ലൈ ചെയ്തു. പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് വന്നില്ല. വന്ന ഇൻ്റർവ്യൂ 2 എണ്ണം വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലാവരും എന്നോട് പറയും, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, നിനക്ക് മറ്റുള്ളവർ എന്ത് ചോദിച്ചാലും പഠിച്ചില്ലെങ്കിലും നിനക്ക് പറയാൻ പറ്റും. അങ്ങനെ എൻ്റെ സ്വന്തം കഴിവിൽ ഒത്തിരി അഹങ്കരിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ 2 ഇൻ്റർവ്യൂ വന്നു. 2 ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ 2 ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. എൻ്റെ കൂടെ എന്നെക്കാളും കഴിവ് കുറഞ്ഞവരാണെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കാളും മുമ്പേ വിദേശത്ത് പോയി. അവരവിടെ ജോലിക്ക് സെറ്റായി. അവരെല്ലാവരും നടക്കുന്നതും നന്നായിട്ട് ഫോട്ടോ ഒക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്കൊന്നും വരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉടമ്പടീനെ പറ്റി എനിക്കറിയാം, കൃപാസനത്തെ പറ്റി എനിക്കറിയാം. ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴും കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. അവസാനം എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഡിസംബർ 13, 2024 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആദ്യം. പക്ഷേ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും. പക്ഷേ കറക്റ്റായിട്ട് എനിക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സാക്ഷ്യം സ്റ്റേറ്റസ് ഇടുന്ന കണ്ടിട്ട് ഞാൻ സാക്ഷ്യം കാണാൻ തുടങ്ങി. എന്ന് ഞാൻ സാക്ഷ്യം കാണാൻ തുടങ്ങിയോ അന്നാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത്. അങ്ങനെ ഓഗസ്റ്റ് 19, 2025 2025 എൻ്റെ OET എക്സ്പയർ ആവുകയാണ്. അപ്പം OET എക്സ്പയർ ആകുന്ന 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുക, എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുന്നു, ഞാൻ ആ ജോലി കിട്ടുന്നു. പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ സംഭവിക്കും. എൻ്റെ OET എക്സ്പയർ ആയിപ്പോയി. അപ്പം എൻ്റെ ഏജൻസിയുടെ പേര് ഗ്രീൻ ലൈൻ എന്നാണ്. നമ്മൾ കത്തിക്കുന്ന തിരി ഗ്രീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാതാവ് കൊണ്ട് തന്ന ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ട്, ഒരെണ്ണം മോക്കും ഒരെണ്ണം മെയിൻ ഇൻ്റർവ്യൂവും. അപ്പം മോക്ക് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് മെയിൻ ഇൻ്റർവ്യൂ നടത്താം. പിറ്റേ ദിവസം ഏജൻസി എന്നോട് പറയുന്നു അവർ നാട്ടിൽ പോയി, ഇൻ്റർവ്യൂ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്നും മെഴുകുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ തരണം, നീയായിട്ട് കൊണ്ട് തന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാതാവേ ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് എന്ന മോഹം ഉപേക്ഷിക്കുക, ഞാൻ ഇനി വേറെ ഏതെങ്കിലും നാടോ കൺട്രിയോ നോക്കേണ്ടി വരും. അങ്ങനെ അവസാനം സെപ്റ്റംബറിൽ എനിക്ക് അവർ 15-ാം തീയതി അവർ പറഞ്ഞു ഇൻ്റർവ്യൂ റെഡിയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് എല്ലാവരും മാതാവിൻ്റെ ബ്ലൂ ഡ്രസ്സൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. എനിക്ക് 3 പേര് ഇൻ്റർവ്യൂ നടത്തി. അതിലൊരാൾ മാത്രം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ആ സ്ത്രീക്ക് നമ്മുടെ ഹൃദയത്തിൽ കടികാരം ഘടിപ്പിച്ച മാതാവിൻ്റെ അതേ ഷേപ്പ് തന്നെ. പക്ഷേ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ എംപ്ലോയർ അപ്പുറത്തിരിപ്പുണ്ട്, അവരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല. അവർ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇൻ്റർവ്യൂ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. വേറൊരു പുള്ളിക്കാരി മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. ഇൻ്റർവ്യൂ എല്ലാം സംസാരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരി തിരിഞ്ഞ് നമ്മുടെ മാതാവിൻ്റെ ഷേപ്പുള്ള ആളോട് ചോദിച്ചു ഇറ്റ്സ് ഇനഫ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. എന്നെ നോക്കി ചിരിച്ചു, എന്നിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വരുവാണ്. എനിക്ക് ആ ജോലി ലഭിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ അയർലൻഡിലെ ഡിയർ പാർക്കിൽ എന്ന നഴ്സിംഗ് ഹോമിൽ
എനിക്ക് ജോലി ലഭിച്ചു, എൻ്റെ ഓഫർ ലെറ്റർ ലഭിച്ചു. അതിനുശേഷം മെഡിക്കലിന് എനിക്ക് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 ദിവസം മുന്നേ ഭയങ്കര ചുമ. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കഴിക്കുകയും തൈലം നെറ്റി പൂശുകയും ചെയ്തിട്ടാണ് മെഡിക്കലിന് പോയത്. മെഡിക്കലിന് പോയി പിറ്റേ ദിവസം അവിടുന്ന് എന്നെ വിളിക്കുകയാണ്, നിനക്ക് ബോർഡർ ലൈനാണ് കാണിക്കുന്നത്, ഒന്നും കൂടെ ബ്ലഡ് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അന്നും ഞാൻ മാതാവിൻ്റെ ഉപ്പും നേർച്ച വസ്തുക്കളുടെ തൈലവും ഉപയോഗിച്ച് മെഡിക്കലിന് എൻ്റെ ബ്ലഡ് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മിഷൻ ഇറർ പറ്റും, പക്ഷേ അമ്മയ്ക്ക് ഇറർ സംഭവിക്കത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെഡിക്കലിന് റിപ്പോർട്ട് വന്നു. അന്ന് റിപ്പോർട്ട് വരുന്ന അന്ന് ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കൂടി. അന്ന് വൈകിട്ട് 6:30-ക്കാണ് എൻ്റെ റിപ്പോർട്ട് വന്നത്. എനിക്ക് ഫിറ്റ് അടിച്ച് കിട്ടി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോവാണ്. വിസയ്ക്ക് വെക്കുന്നതിന് 19-ാം തീയതി എൻ്റെ തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ പെരുന്നാളാണ്. ഈശോയുടെ പെരുന്നാളിന് തിരുമണിക്കൂർ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ ഉദ്ദേശിച്ചൊരു ദിവസം തന്നെ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏജൻസി 23 ബുധനാഴ്ച ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം മൊത്തം ചൊവ്വാഴ്ച എനിക്ക് കിട്ടണം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മാതാവേ നിനക്ക് എന്നാണോ ഇഷ്ടം അത് തന്നെ എനിക്ക് തരണം. അന്ന് വൈകുന്നേരം എൻ്റെ മെഡിക്കൽ വന്ന വൈകുന്നേരം എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിനക്ക് VFS സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, നിനക്ക് വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് വെച്ചു, പാസ്പോർട്ട് കൊടുത്തു. ഡിസംബർ 15-ാം തീയതി എൻ്റെ വിസ വന്നു. നാളെ കഴിഞ്ഞ് ജാനുവരി 16-ാം തീയതി ഞാൻ അയർലൻഡിന് പോവാണ്. അമ്മയുടെ ദിവസമായി 17-ാം തീയതിയാണ് ഞാൻ അയർലൻഡിൽ കാല് കുത്തുന്നത്. എനിക്ക് അവിടെ എക്സാം ഉണ്ട്. അതിൽ മാതാവിനെ കൈവിടത്തിൽ നിന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നടക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്, പിന്നെ രോഗികളെ സഹായിക്കാറുണ്ട്. ആരെന്നോട് വന്ന് പൈസ ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിൽ അവർക്ക് ഞാൻ പൈസ കൊടുക്കും. ഞാൻ അടുത്തൊരു ആൻറ്റീനെ നോക്കാൻ പോവാറുണ്ട്. ആൻറ്റിക്ക് രോഗിലേപനം ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ വന്ന ഉയർച്ചയെന്ന് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഞാനിപ്പോൾ കുമ്പസാരിക്കും, കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കും. ചില ദിവസം കുർബാനയൊക്കെ കൂടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ദൈവം തന്ന അനുഗ്രഹത്തിന് മാതാവിന് ഞാൻ ഇന്ന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി. എന്നും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാനൊന്ന് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അമ്മയുടെ സന്നിധിയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിന് ഞാൻ എൻ്റെ അമ്മയോടും തിരുക്കുമാരനോടും 1000 കോടി നന്ദി പറയുന്നു. ആദ്യമേ പറയട്ടെ, ഞാൻ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകിപ്പോയി. അതിന് ഞാൻ അമ്മയോട് തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നിഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു അക്രൈസ്തവ ഫാമിലിയിലെ ആളാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയാൻ ഇടയായത് എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്ത അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ്, അതായത് ഞാനൊരു അക്രൈസ്തവയാണ്, അപ്പോൾ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാലും എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇത്, എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കാര്യം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്കറിയില്ല ഉടമ്പടി എന്താണെന്നും അപ്പോൾ അറിയില്ലായിരുന്നു. 2023 ഡിസംബറിലാണ് ഞാൻ എൻ്റെ PhD പഠനം കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം ഏകദേശം 10 മാസത്തോളം ജോലിയൊന്നും ഇല്ലാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മെറിറ്റിലാണ് എനിക്കിതെല്ലാം കിട്ടിയത്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പഠിക്കാൻ കഴിവുണ്ടല്ലോ, പഠിച്ച് നേടിയതാണല്ലോ എന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 10 മാസത്തോളം ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 13, 2024 ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടിയുടെ ആ സീരിയസ്നെസ്സൊന്നും എനിക്കറിയില്ല. എന്നും പ്രാർത്ഥിക്കും. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ആളായിരുന്നു. വൈകുന്നേരത്തെ എനിക്ക് എത്താൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടുമായിരുന്നു.
അല്ലാണ്ട് ഇവിടുന്ന് തന്ന പത്രം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ കൊടുക്കണം, അത് കൊടുക്കണമോ അതോ അന്ന് എനിക്കൊരു മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ, എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ കാണാൻ ഇടയായത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാനും അതുവഴി ഒരുപാട് കൂട്ടുകാരിത് എന്താണ്, നീ ക്രിസ്ത്യനായോ എന്നൊക്കെ ഒരുപാട് പേരെന്നെ കളിയാക്കി ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തില്ല. എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച് ഞാൻ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ 13/10/2024 ഞാൻ ഉടമ്പടി എടുത്തു. അതുവരെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. നവംബർ 1, 2024 ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ട് MBAയുടെ അധ്യാപികയായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 1 മാസം പോലും എനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് എത്രയും വേഗം മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടക്കേണ്ടി വന്നു. ഞാൻ 2 വീലറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗ്, എൻ്റെ തീസിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ച് പകുതി ഏകദേശം കോളേജിന് കുറച്ച് ബാക്കിലോട്ടായ സമയത്ത് വണ്ടി എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിലും സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സഞ്ചാരി മാതാവ് നമുക്കൊപ്പം വരുമെന്നും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് 15-20 മിനിറ്റേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിന് കോളേജിൽ എനിക്ക് എത്തണം. പക്ഷേ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരാൾ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ വണ്ടി നിന്നത് ആ പയ്യൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ഇതെന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എൻജിൻ കംപ്ലൈൻ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് പോകണം, ഇനി ഒരു 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. അവൻ തന്നെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചു. തൊട്ടടുത്ത് തന്നെയാണ്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഡോറിൽ മാതാവിൻ്റെ ഫോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ്. എൻ്റെ തടസ്സം മാറ്റാനായിട്ട് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ് ഈ പയ്യനെന്ന് എനിക്ക് മനസ്സിലായി. ആ പയ്യൻ തന്നെ എനിക്കൊരു ഓട്ടോ വിളിച്ച് ഞാൻ ആ കറക്റ്റ് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തുകയും 29-30 പേരുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഫസ്റ്റായിട്ട് എന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഉടമ്പടി കാശ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ ഫസ്റ്റ് ആകുകയും ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് അമ്മ മാതാവ് ആദ്യമായി തന്ന, ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് തന്ന സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ജോലി മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ അടുത്ത്. കാരണം അപ്പോഴും എൻ്റെ മെറിറ്റാണ്. പക്ഷെ അച്ഛൻ പറയും, നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു ജോലി മാതാവ് തന്നു. ആ ജോലി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാക്കിക്കൊണ്ട് ശമ്പളത്തിലും വർധനവ് തന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് മാതാവ് എന്നെ അടുത്തൊരു ജോലിയിലോട്ട് പ്രവേശിപ്പിച്ചു. അതെൻ്റെ മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമാണ്. അതിലും ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇൻ്റർവ്യൂവിന് പോയത്. കാറിലാണ് പോയത്. കോളേജ് എത്താൻ ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ പകുതി ആയപ്പോഴത്തേനും ഞങ്ങളുടെ കാറ് ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4-5 പ്രാവശ്യം കൊന്ത ചൊല്ലിയിട്ടാണ് ഇറങ്ങുന്നത്. എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എനിക്ക് രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ അതും പഠിച്ചു. ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 4 വട്ടം കൊന്ത ഫുള്ളായിട്ട് ചൊല്ലിയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ കാറിലിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഈ കാശുമാലയുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കാശുരൂപവും കൊന്തയും ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എന്നെ സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തിക്കണേ എന്ന്. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പരിചയമില്ല. അതൊരു ഇടുങ്ങിയൊരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്. ഞങ്ങൾക്ക് പരിചയക്കാരും ഇല്ല.
അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് വഴിയിൽ കിടന്നൊരു കുപ്പി കൊണ്ടുപോയി ഹസ്ബൻഡ് വെള്ളം നിറച്ച് കാറിൽ ചൂട് കാർബറേറ്ററിൽ ചൂട് മാറ്റാനായി തണുപ്പാക്കാനായിട്ട് കുറേ സമയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ആക്റ്റീവയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും അങ്ങനെ ആ പുള്ളിയും ഹസ്ബൻഡും കൂടെ വളരെ പെട്ടെന്ന് തന്നെ കാറ് ശരിയാക്കുകയും അത് നമുക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്താനും പറ്റി. അതും മാതാവ്, കാരണം മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഒക്കെ പുരട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് വണ്ടിയിലിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫുള്ള് കൊന്ത ചൊല്ലലായിരുന്നു, കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ കേട്ടിട്ടാണ് ഞാൻ ചൊല്ലുന്നത്, എനിക്കതേ അറിയാവൂ. യൂട്യൂബിൽ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡയറിയിൽ ഞാൻ ഫുൾ രഹസ്യങ്ങളും എഴുതി വെച്ച് ചൊല്ലും. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് പോകാനും പറ്റി. കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. അതിൽ ഞാൻ ഫസ്റ്റായിട്ട് വരികയും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി അസോസിയേറ്റ് പ്രൊഫസർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി ഞാൻ കയറുകയും എൻ്റെ ജോലി കുറച്ചുകൂടെ ഉന്നതിയിലോട്ട് എൻ്റെ മാതാവ് എത്തിച്ചു. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2018 മുതലേ UK നോക്കുന്ന ഒരാളായിരുന്നു. അപ്പം PhDക്ക് അപ്പം ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഏജൻസിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അന്ന് ഫാമിലിയായിട്ട് പോകാനൊക്കെ നോക്കി. പക്ഷേ പിന്നെ ഇപ്പോൾ റൂളൊക്കെ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. രണ്ടാമത്തെ ഉടമ്പടി 6/6 ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഹിതം എന്താണോ അതിൻ്റെ ജീവിതത്തിൽ നിറവേറണം. വേറൊന്നും എൻ്റെ ഫിസിക്കലി ഉള്ള ഒരു ആഗ്രഹവും ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയത് എൻ്റെ ആദ്യത്തെ നിയോഗം എഴുതിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം. ബാക്കി 5 നിയോഗവും ഞാൻ എഴുതിയത് മാതാവിൻ്റെ ആഗ്രഹം എന്താണോ, മാതാവിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഒന്നും ഞാൻ അതിനകത്ത് ചോദിച്ചില്ല. പക്ഷേ മാതാവിനോട് ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് തന്നു. 6/6/2025 ഞാൻ രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയത്. അതിനുശേഷം ഒക്ടോബർ 3 ഞാൻ UK പോയി. അതിനുശേഷം ഞാൻ അതിനുശേഷം ഇവിടെ എനിക്ക് വിസ വന്ന സമയത്ത് പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു, മാതാവിനെ കണ്ടു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാണ്ടാണ് ഞാൻ പോയത്. അതെനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നു. അതിനുശേഷം എനിക്ക് വിൻ്റർ ബ്രേക്കാണ്. ഞാൻ അവിടെ പഠിക്കാനാണ് പോയത്. ഞാൻ അവിടെ സ്പെഷ്യൽ സ്റ്റുഡൻസിൻ്റെ ഒരു പഠനമാണ് ചെയ്യുന്നത്. ഓട്ടിസം, ADHD ഒക്കെ വന്ന കുട്ടികളെ പറ്റിയുള്ളൊരു പഠനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പം വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയാണ്ട് പോകാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ എനിക്ക് എൻ്റെ ആ ആഗ്രഹവും മാതാവ് നടത്തി തന്നു. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ്. അതായത് എൻ്റെ അച്ഛന് ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ 25/11/2025 എൻ്റെ അച്ഛൻ ഒന്ന് വീണായിരുന്നു. അപ്പം അച്ഛന് കുറച്ച് ഏജുണ്ട്. അച്ഛൻ വീണപ്പോൾ അച്ഛൻ്റെ വലത് കൈയുടെ എല്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ അന്ന് ഞാൻ കോളേജിലാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീണു, കയ്യിലേക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ വേറൊന്നും എടുത്തില്ല. എൻ്റെ ബാഗ് കൊണ്ട് വെച്ചിട്ട് ആകെ എടുത്തത് കൊന്തയും കാശുരൂപം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും എടുത്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് സർജറി ചെയ്യാണ്ട് എല്ല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറി വേണം. പക്ഷെ അച്ഛൻ്റെ പ്രായത്തിന് അത് സർജറി ഇമ്പോസിബിൾ ആണ്. അച്ഛന് ഷുഗറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അച്ഛന് സർജറി താങ്ങൂല, അച്ഛന് സർജറി ഇല്ലാണ്ട് മാതാവ് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുത്തിട്ട് നമ്മളെ വിളിപ്പിച്ചു. അപ്പോഴും ഞാൻ ഡോക്ടർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ ഡോക്ടർ തിരുത്തി പറയണേ, ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ അച്ഛൻ സുഖപ്പെടണേന്ന് ഞാൻ ഭയങ്കര കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സർജറി ചെയ്യണ്ട,
പകരം നമുക്ക് 3 മാസം ബാൻഡേഡ് ഇട്ട് നോക്കാം. അപ്പം എല്ല് ശരിയായി ഊറിപ്പിടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് മാതാവ് കേട്ടത്. കാരണം അച്ഛന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർവൈവായിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രായമാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 3 മാസം കൊണ്ട് എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ചോറ് വാരി കഴിക്കുന്ന അവസ്ഥയിലോട്ട് വരികയും ചെയ്തു. അച്ഛൻ്റെ കൈ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എക്സ്റേ എല്ലാം ബുക്കിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എന്താണോ തലേ ദിവസം വചനം വായിച്ചത് ആ വചനം തന്നെയാണ് ജോസഫ് അച്ഛൻ പിറ്റേന്നത്തെ പ്രാർത്ഥനയിലും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് എഴുതി, മാതാവേ ആരുടെ അങ്ങനെ അച്ഛനൊരാൾ സഹായം ഇല്ലാണ്ട് എഴുതിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെ സഹായം ഇല്ലാണ്ട് അച്ഛനെ ഒന്ന് എഴുന്നേക്കാൻ പറ്റണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന് അച്ഛൻ നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ച ഇത്രയേ ഉള്ളൂ, ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റണേ എന്ന്. അപ്പോൾ അച്ഛൻ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് വന്നോ എന്ന് ചോദിച്ചാൽ അച്ഛൻ എന്നെ അറിയില്ല. അതെൻ്റെ അടുത്തൊരു സാക്ഷ്യം. ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തേന് കൊടുക്കുമായിരുന്നു അച്ഛന്. അങ്ങനെയൊക്കെ പിന്നെ അച്ഛനെ കൊന്ത വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ കിടക്കുന്ന റൂമിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ബൈബിൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ഞാൻ വായിക്കും. ബൈബിൾ വായിക്കാനല്ല, പക്ഷേ ഞാൻ ബൈബിൾ എൻ്റെ പുതിയ നിയമം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയുള്ള പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഖപ്രാപ്തിക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് നേടിത്തന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ ശനിയാഴ്ചകളിലും മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, RCC അതുപോലുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ശ്രീ ചിത്ര അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഉച്ച സമയത്ത് ചോറ് പൊതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ പത്രം എല്ലാവർക്കും എത്തിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ നാട്ടുകാർ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്തെല്ലാം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മാതാവിനെ പറ്റിയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കുകയും ചെയ്തു. എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ അവരിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും അച്ഛൻ പറയുന്ന വചനങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കും. എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കും. എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ തന്നെ ഒരു വചന ബോക്സ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കളർ പേപ്പർ വാങ്ങി കട്ട് ചെയ്തിട്ട് ഓരോ വചനങ്ങൾ അച്ഛൻ പറഞ്ഞ ഓരോ ദിവസങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞാൻ എഴുതി കുഞ്ഞായി എഴുതി ഞാൻ തന്നെ ഒരു ബോക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ എപ്പോഴും ഞാൻ എഴുതാറുള്ളൊരു കാര്യമാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ എല്ലാ ബുക്കിലും അതാണ്. എൻ്റെ എല്ലാ ബുക്കിലും ഞാൻ എഴുതുന്ന ഒരു സെൻറ്റൻസ് അതാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന്. അതെനിക്ക് അമ്മ മാതാവ് തന്നെ മാതാവിൻ്റെ മുൻപിലും ഈശോൻ്റെ മുമ്പിലും ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിനും മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബിത. ഇത് എൻ്റെ അപ്പ, അമ്മ. ഞങ്ങൾ വരുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരിഗിരി അങ്കമാലിയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2023 ജൂൺ 15-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 2021 +1 +2 പാസ് ഔട്ടായതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എനിക്ക് ന്യൂസിലൻഡ് പോകണം എന്നുള്ളത്. അതും ഞാൻ 6th or 7th എന്തോ പഠിക്കുമ്പോൾ മുതലുള്ള എൻ്റെ ഡ്രീമായിരുന്നു. കാരണം എൻ്റെ കസിൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളത് ഭയങ്കര ഒരു ക്രേസായി മാറി, എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ 2021 ഞാൻ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം നല്ല വിജയത്തോടു കൂടി ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഫെയിലിയർ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിപ്പോരുന്നുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ IELTS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ എക്സാംസ് എഴുതി. ഒന്ന് എഴുതുമ്പം സ്പീക്കിംഗ് പോവും, ഒന്ന് എഴുതുമ്പം റൈറ്റിംഗ് പോവും. അങ്ങനെ കുറേയും ട്രൈ ചെയ്ത് 2022 നവംബർ ആയപ്പോഴാണ് എൻ്റെ എക്സാമും എൻ്റെ പേപ്പർ വർക്ക്സും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത്.
സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ കോളേജ്, ഞാൻ ആഗ്രഹിച്ച കോളേജ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ന്യൂസിലൻഡിലപ്പോഴേക്കും ഫ്ലഡ് വന്ന് ആകെ കോളേജുകളൊക്കെ ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി എൻ്റെ 1 ഇയർ പോയായിരുന്നു അപ്പോഴേക്കും. അത് കാരണം ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു. അങ്ങനെ കോളേജൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഫോർമാലിറ്റീസ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ആ സമയത്ത് റൺ ചെയ്തു. എല്ലാം നല്ല പെട്ടെന്ന് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. ആ കോളേജ് മാറിയെങ്കിലും എനിക്ക് കുറേ ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേയും ഹ്യൂജ് എമൗണ്ട് വീണ്ടും കാണിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിച്ച കസിൻസും അമ്മയുടെ കസിൻസും അപ്പയുടെ കസിൻസും എല്ലാവരും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് ക്ലിയറായി പോയി. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ജൂൺ 21 അപ്പോൾ 2023 ജൂൺ 20 ഞാൻ പഠിച്ച സ്കൂളിലിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ, അവിടെയാണെങ്കിൽ റേഞ്ചും കൂടി ഇല്ല. ഞാൻ പ്ലാന്റേഷനിലാണ് +1 +2 പഠിച്ച, കാലടി പ്ലാന്റേഷൻ. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കെൻ്റെ വിസ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, വിസ വന്നല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെന്ന് ഓർത്ത്. അങ്ങനെ വിസ വന്നു. ബാക്കി ഫോർമാലിറ്റീസ്, എനിക്ക് ലിവിങ് എക്സ്പെൻസ് അടയ്ക്കണമായിരുന്നു അവിടേക്ക്. ലിവിങ് എക്സ്പെൻസ് അടയ്ക്കാൻ വേണ്ടി അവിടേക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പണായി കിട്ടിയില്ല ഫസ്റ്റ്. വീണ്ടും ഇമിഗ്രേഷനിൽ വിളിച്ച് എനിക്ക് 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി വിസ. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ ഓപ്പണായി എനിക്ക് കിട്ടിയില്ല. സോ ഇമിഗ്രേഷനിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സോ അവർ വിസ ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് ക്യാൻസലായി പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. 2023 ജൂൺ 15 ഞാൻ വന്നതിന് ശേഷം വിസ വന്നത്, പക്ഷെ അത് ക്യാൻസലായിപ്പോയി. എന്നിട്ട് പിന്നെ വീണ്ടും 15 വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിസ വന്നു. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വിസ വരുന്നത്. വിസ വരുന്നത് ജൂലൈ 10 എനിക്ക് വിസ വരുന്നത്. അതും ഇവിടെ വന്ന് 15 ഉടമ്പടി എടുത്തു. ആ ഒരു 1 മന്ത് പോലും എടുത്തില്ല. ഒരു 3.5 വീക്സിൽ എനിക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ വേഗം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടിയും എൻ്റെ ലിവിങ് എക്സ്പെൻസ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓൾറെഡി ജൂലൈ 17 ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ് ഡേയ്സ് ഓൺവേഡ്സ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നമ്മൾ എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റേജിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം, പറ്റില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാൻ വെക്കെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സ്റ്റേജായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ജൂലൈ 10 രാവിലെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നു എന്ന്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞു ഞാനാണെങ്കിൽ ഓൾറെഡി ഇങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. ഡ്രസ്സാണേലും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ 17 ക്ലാസ് തുടങ്ങും എന്നുള്ളതുകൊണ്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തോട്ടമൊന്നും അപ്പം വന്നില്ല. പിന്നെ കസിൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എത്രയും പെട്ടെന്ന് കയറി പോരെ എന്നുള്ളൊരു തോട്ടായിരുന്നുകൊണ്ട് അങ്ങനെ 10 എനിക്ക് വിസ വന്നു. 11 വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്ത് ഞാൻ 11 തന്നെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. അതിന് വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുതൽ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിസ ഇൻ്റർവ്യൂസ് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ വിളിച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ എനിക്കാണ് ഇൻ്റർവ്യൂ ഒന്നാമത് ന്യൂസിലൻഡാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. നമ്മളുടെ ഇംഗ്ലീഷും അവിടുത്തെ ഇംഗ്ലീഷും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടൈം നല്ല വ്യത്യാസമാണ്. 7.5 മണിക്കൂർ പ്ലസ് ആണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു വെളുപ്പിന് ആ ഒരു ടൈമിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക. വെളുപ്പിന് ഒരു 2 മണി 3 മണി 1 മണി ആ സമയത്തൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഫോൺ അടുത്ത് വെച്ച് റിംഗ് ടൂണൊക്കെ ഫുള്ളാക്കിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നേച്ചത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റൊക്കെ നോക്കുമായിരുന്നു ആ ദിവസങ്ങളിൽ. ചില ദിവസം ടെൻഷനാണ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വല്ല കോളും മിസ്സായിട്ടുണ്ടോ, കാരണം നമുക്ക് തിരിച്ച് വിളിക്കാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിസ ഇൻ്റർവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താവുമെന്ന്. പക്ഷെ എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് എനിക്ക് ജൂലൈ 10 വിസ കിട്ടി. 11 ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 15. ഞാൻ ജൂലൈ 15 വിത്തിൻ ആ 1 മന്തിൽ ഞാൻ ന്യൂസിലൻഡിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്തിട്ട് ശേഷമാണെങ്കിലും ഇപ്പം ഞാൻ അവിടെ BSc പഠിക്കുന്നത്. BSc നഴ്സിംഗ് ഫൈനൽ ഇയറാണ് എനിക്കിനിപ്പോൾ ഇൻറ്റേൺഷിപ്പും എൻ്റെ എക്സാമും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി എൻ്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി.
അവിടെ എത്തിയിട്ടാണെങ്കിലും ഞാൻ എത്തിയ സ്റ്റേജിൽ കോവിഡും ഫ്ലഡും കാരണമൊക്കെ അവിടെ പാർട്ട് ടൈമൊക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു കിട്ടാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഗസ്റ്റ് 2023 എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരിടത്ത് വർക്ക് കിട്ടി. പക്ഷെ അവിടെ സ്റ്റാഫ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാഷ്വൽ സ്റ്റാഫ്സ് ആയതുകൊണ്ട് ഭയങ്കര ഷോർട്ടായിരുന്നു ഷിഫ്റ്റ്. മാസത്തിലൊക്കെ ഒരെണ്ണമൊക്കെ കിട്ടി അങ്ങനെയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുകൊണ്ട് ചെന്ന ഒരു 2 മാസത്തെ കാര്യം എങ്ങനെയൊക്കെയോ നടന്നു. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് എനിക്ക് കൂടുതൽ ഷിഫ്റ്റ്സ് കിട്ടാൻ തുടങ്ങി. ആഴ്ചയിൽ 3 ഷിഫ്റ്റും 2 ഷിഫ്റ്റൊക്കെ എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ എനിക്കൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റി. വീക്ക്ലി 2 ദിവസം എനിക്കിപ്പോൾ ഹോട്ടലിലും പാർട്ട് ടൈം ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 16/2/24 ആദ്യമായി ഉടമ്പടി വെച്ചത് എൻ്റെ മകനാണ്. മകനില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. രണ്ടാമത് വെച്ചത് എനിക്ക് വർഷങ്ങളായിരുന്നു തലവേദന. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഉറക്കക്കുറവ്, ഒത്തിരി നാളുകളായി ഉറക്കമില്ലായിരുന്നു. ആഴ്ചകളോളം ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഉറക്കം ഉണ്ടാവാറില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായി 3-ാം ദിവസം തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്കത് മാറിക്കിട്ടി. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. പിന്നെ മകളുടെ കാര്യങ്ങൾ മകൾ പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ മകൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന സമർപ്പിച്ച് പത്രവും വാങ്ങിച്ച് പത്രം വിതരണം നടത്താറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. 20 പേരോളം അവിടെയുണ്ട്. ഞങ്ങൾ ഒരു ഉടമ്പടി എടുത്ത എല്ലാവരും കൂടി ഒരു 10-13 പേരോളം ഉണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൃപായ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചകളിലും അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ജപമാല ചൊല്ലാറുണ്ട്. അത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ വെഞ്ചരിച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് നിയോഗങ്ങളെക്കാളുപരി ആത്മീയമായി വളരാനാണ് സാധിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ഇതുവരെയും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കുമ്പസാരം 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒന്ന് വൈകാറുണ്ട്, എന്നാലും ഒത്തിരി വൈകാറില്ല. ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ അരമണിക്കൂർ കൊന്ത, അരമണിക്കൂർ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി.